ഗൈസ് ഇത് കണ്ടോ, ഞാൻ പുതിയ ഒരു മീനെ മേടിച്ചു ഗൈസ്. പിന്നെ തൊണ്ട് കണ്ടോ ഗൈസ്, കാണിച്ചിട്ടെ. ഞാൻ ഒരു പുതിയ മീനെ മേടിച്ചു ഗൈസ്. മീൻ കിടപ്പുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, ഗൈസ് എൻ്റെ മീനെ കണ്ടോ ഗൈസ്. ഗൈസ് എൻ്റെ മീനെ കണ്ടോ, ഇത് ഇന്നലെ മേടിച്ച മീനാണ് കേട്ടോ ഗൈസ്. ഇത് ഞാൻ ഒരു ഫൈറ്ററാണ് കേട്ടോ ഗൈസ്. ഇത് ബ്രീഡ് ആകണമെങ്കിൽ ഇല്ല, ആദ്യം ഇതുണ്ടല്ലോ കുറച്ച് ഈ കൂടുതൽ കൊമള ഇടും. കൊമള ഇടുമ്പോഴേക്കും ഇല്ല, കൊമള ഈ ഒരു സൈഡിൽ നിന്ന് അറിഞ്ഞു കിടക്കുമ്പോൾ ഈ ഫൈറ്ററിൻ്റെ അപ്പം തന്നെ ഇല്ലേ, ആരെങ്കിലും അമ്മയുടെയോ അച്ഛനോടോ ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഒരു പെണ്ണിനെയും കൂടി ഇടുക. ഈ കിടന്ന ആണാണ് കേട്ടോ ഗൈസ്. അപ്പം ഇങ്ങനത്തെ ഒരു ആണിനെ മേടിച്ചിട്ട് പെണ്ണിനെയും കൂടെ ഇടുക. അത് ആണായതുകൊണ്ടാണ് കുറേ കോമള ഇടുന്നത്. പെണ്ണാണെങ്കിൽ കോമള ഇടുകയാണ്. ആണ് കോമള ഇടുകയാണെങ്കിൽ ഇല്ലേ, മറ്റേ പെണ്ണിനെയും കൂടെ മേടിച്ചിടുവാണെങ്കിൽ ഇല്ലേ, പെണ്ണിൻ്റെ വയറിലിട്ട് ഈ ആൺ ഫൈറ്റർ അതിൻ്റെ വാലും വെച്ച് ഇങ്ങനെ വയറിനിട്ട് ചുറ്റുമ്പോഴേക്കും ഇല്ലേ, ചുറ്റിയിട്ട് ഒറ്റ നെക്ക് ചുറ്റുമ്പോൾ ഇപ്പോഴേക്കും അതിൻ്റെ അകത്തൂടെ നേരെ താഴത്തോട്ട് മുട്ട വീഴുമ്പോഴേക്കും ഇല്ലേ, ആൺ ഫൈറ്റർ അത് ആ മുട്ട കടിച്ചോണ്ട് പോയി ആ കൊമളേൻ്റെ മേത്തോട്ട് വെക്കും. അതുകൊണ്ടാണ് ഈ ആൺ ഫൈറ്റർ ഇങ്ങനെ ഈ കൊമള ഇടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. ഈ മീനൊക്കെ നല്ലതല്ലേ ആണെങ്കിൽ അറിയാൻ മേലെ. ഓക്കെ, ടാറ്റാ.